നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടോ? 2026 പ്രവാസികൾക്കും നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഇന്ത്യയിലെ പുതിയ ലേബർ കോഡ് അനുസരിച്ച് 2026 പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഗ്രാറ്റുവിറ്റി നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. പരമാവധി 20 ലക്ഷം രൂപ വരെയുള്ള നികുതി രഹിത ഗ്രാറ്റുവിറ്റി പരിധി നേടാൻ എത്ര വർഷത്തെ സർവീസും എത്ര ശമ്പളവും ആവശ്യമാണ് എന്ന് ഇതിനോടൊപ്പം മനസ്സിലാക്കാം. കമ്പനികൾ തരുന്ന ഗ്രാറ്റുവിറ്റി എന്നത് വെറും ഒരു റിട്ടയർമെന്റ് ഫണ്ട് മാത്രമല്ല, സ്മാർട്ടായി പ്ലാൻ ചെയ്താൽ ലക്ഷങ്ങൾ നേടിത്തരുന്ന ഒരു വൻ സമ്പാദ്യമാണ്. പലരും വിചാരിക്കുന്നത് 20 ലക്ഷം രൂപയുടെ ഈ ടാക്സ് ഫ്രീ ഗ്രാറ്റുവിറ്റി കിട്ടണമെങ്കിൽ കരിയറിന്റെ അവസാനം വൻ ശമ്പളം വേണമെന്നാണ്. എന്നാൽ സത്യം അതല്ല. നിങ്ങൾ എത്ര കാലം ജോലി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് ഇതിനുള്ള ശമ്പള പരിധി കുറഞ്ഞു വരും. ഉദാഹരണത്തിന് 25 വർഷം ജോലി ചെയ്യുന്ന ഒരാൾക്ക് 1.39 ലക്ഷം രൂപ ബേസിക് ശമ്പളം വേണമെങ്കിൽ 35 വർഷം സർവീസ് ഉള്ളവർക്കും വെറും 99,000 രൂപ ബേസിക് ശമ്പളം ഉണ്ടായാൽ പോലും 20 ലക്ഷം രൂപയുടെ ഫുൾ ടാക്സ് ഫ്രീ ഗ്രാറ്റുവിറ്റി സ്വന്തമാക്കാം. 2026 ജീവനക്കാർ അറിഞ്ഞിരിക്കേണ്ട പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിൽ 2025 നവംബർ 21 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ലേബർ കോഡ് അനുസരിച്ച് നിങ്ങളുടെ ശമ്പളത്തിന്റെ ബേസിക് പേയുടെ പങ്ക് വർദ്ധിക്കുന്നതോടെ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ഇനി മുതൽ കൂടുതൽ ആകർഷകമാകും. വെറും ഒരു അവസാന കാല പേ ഔട്ട് എന്നതിനപ്പുറം നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഗ്രാറ്റുവിറ്റിയിലെ 20 ലക്ഷം രൂപയുടെ നികുതി രഹിത പരിധി എന്നത് ശമ്പളത്തിന്റെ മൈൽസ്റ്റോൺ മാത്രമല്ല, അതൊരു സർവീസ് മൈൽസ്റ്റോൺ കൂടിയാണ്. അതായത് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ കൂടുതൽ കാലം ജോലി ചെയ്യുമ്പോൾ ഈ ലക്ഷ്യം കൈവരിക്കാൻ ആവശ്യമായ പ്രതിമാസ ശമ്പളത്തിന്റെ തുക കുറഞ്ഞു വരുന്നു. ഉദാഹരണത്തിന് 25 വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുമ്പോൾ 20 ലക്ഷം രൂപ നേടാൻ ബേസിക് ശമ്പളവും ക്ഷാമബത്യം ചേർത്ത് പ്രതിമാസം 1.39 ലക്ഷം രൂപ വേണമെങ്കിൽ അത് 30 വർഷത്തെ സർവീസ് ആകുമ്പോൾ 1.16 ലക്ഷമായും 35 വർഷമാകുമ്പോൾ വെറും 99,000 രൂപയായും കുറയുന്നു. ഇവിടെ നമ്മെ ചിന്തിപ്പിക്കുന്ന രസകരമായ ചോദ്യമുണ്ട്. 40,000 രൂപ തുടക്ക ശമ്പളവും വർഷം തോറും 5% ഇൻക്രിമെന്റൽ ലഭിക്കുന്ന ഒരാളും ഒരു മാറ്റവുമില്ലാതെ സ്ഥിരമായി 60,000 രൂപ വരെ ശമ്പളം വാങ്ങുന്ന മറ്റൊരാളും തമ്മിൽ മത്സരിച്ചാൽ ആരായിരിക്കും ആദ്യം 20 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി പരിധിയിൽ എത്തുക? ഉയർന്ന തുടക്ക ശമ്പളമുള്ള രണ്ടാമത്തെയാൾ ജയിക്കുമെന്നാണ് പൊതുവെ ധാരണയെങ്കിലും പുതിയ നിയമങ്ങൾ ഈ ചിന്താഗതിയെ പൂർണ്ണമായി തിരുത്തുന്നുണ്ട്. ഒരു ഇൻക്രിമെന്റും ഇല്ലാതെ 60,000 രൂപ സ്ഥിരമായി വാങ്ങുന്നയാൾക്ക് ഈ തുകയിലെത്താൻ ഏകദേശം 58 വർഷത്തെ സർവീസ് ആവശ്യമാണ്. ഇത് പ്രായോഗികമല്ല. എന്നാൽ 40,000 രൂപയിൽ തുടങ്ങി 5% വാർഷിക വളർച്ച നേടുന്ന വ്യക്തിയുടെ ശമ്പളം 26ാമത്തെ വർഷത്തിൽ 1.35 ലക്ഷമായി ഉയരുകയും ഗ്രാറ്റുവിറ്റിയുടെ തുക വളരെ പെട്ടെന്ന് 20 ലക്ഷം രൂപ മറികടക്കുകയും ചെയ്യും. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഉയർന്ന തുടക്ക ശമ്പളത്തെക്കാൾ കരിയറിലെ സ്ഥിരതയാർന്ന വളർച്ചയാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ കൂടുതൽ മൂല്യം സൃഷ്ടിക്കുന്നത് എന്നാണ്. ഇനി സോഷ്യൽ സെക്യൂരിറ്റി കോഡ് 2020 കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ മാറ്റങ്ങളെ കൂടി നമുക്ക് നോക്കാം. സ്ഥിരം ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ കുറഞ്ഞത് 5 വർഷത്തെ തുടർച്ചയായ സർവീസ് വേണമെന്ന നിയമത്തിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ കരാർ ജീവനക്കാർക്കോ നിശ്ചിത കാലാവധിയിലുള്ള ജീവനക്കാർക്കോ ഇനി വെറും 1 വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ തന്നെ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടായിരിക്കുമെന്നത് വിപ്ലവകരമായ ഒരു മാറ്റമാണ്. ഇനി ജോലിയിൽ ഇരിക്കെ മരണമോ സ്ഥിരമായ വൈകല്യമോ സംഭവിച്ചാൽ ഈ സമയപരിധികൾ ബാധകമല്ല. ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് അവസാനമായി വാങ്ങിയ ശമ്പളം ഇൻറ്റു 15 ഇൻറ്റു ജോലി ചെയ്ത വർഷങ്ങൾ ഡിവൈഡഡ് ബൈ 26 എന്ന ഫോർമുല ഉപയോഗിച്ചാണ്. ഇതിൽ ശമ്പളം എന്ന പരിധിയിൽ ബേസിക് പേ, DA, റിട്ടേണിംഗ് അലവൻസ് എന്നിവ മാത്രമാണ് ഉൾപ്പെടുന്നത്. HRA, ബോണസ്, ഓവർ ടൈം എന്നിവ ഒഴിവാക്കിയിരുന്നു. എന്നാൽ പുതിയ 50% വേജ് റൂൾ അനുസരിച്ച് നിങ്ങളുടെ ആകെ CTCയുടെ പകുതിയെങ്കിലും ബേസിക് ശമ്പളം ആയിരിക്കണം. അല്ലാത്ത പക്ഷം അധികം വരുന്ന അലവൻസുകൾ ശമ്പളമായി കണക്കാക്കും. ഇത് കാരണം ചില ജീവനക്കാരുടെ ഗ്രാറ്റുവിറ്റി തുകയിൽ 67% വരെ വർധന ഉണ്ടായേക്കാം. വർഷത്തിൽ 6 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്ത കാലയളവ് ഒരു വർഷമായി കണക്കാക്കും. ഈ പുതിയ നിയമങ്ങൾ 2025 നവംബർ 21 മുതൽ മുൻകാല പ്രാബല്യമില്ലാതെ നടപ്പിലാക്കിയതാണ്. കൂടാതെ പ്രൈവറ്റ് സെക്ടറിലെ പരമാവധി നികുതിരഹിത പരിധി 20 ലക്ഷമായി തുടരുന്നു. യോഗ്യത നേടി 30 ദിവസത്തിനകം തൊഴിലുടമ ഈ തുക നൽകിയിരിക്കണം. വൈകിയാൽ പലിശയും നൽകേണ്ടി വരും. 10ൽ കൂടുതൽ ജീവനക്കാരുള്ള ഫാക്ടറികൾ, കമ്പനികൾ, ഷോപ്പുകൾ എന്നിവയ്ക്കൊക്കെ ഈ നിയമം ബാധകമാണ്. ചുരുക്കത്തിൽ വിരമിക്കൽ ആസൂത്രണം എന്നത് വെറുതെ പണം സമ്പാദിക്കുക മാത്രമല്ല, അത് കൃത്യമായ നികുതി ആനുകൂല്യങ്ങളോടെ സംരക്ഷിക്കുക കൂടിയാണ്. ഗ്രാറ്റുവിറ്റിയുടെ ഈ പുതിയ നിയമങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നത് വഴി നിങ്ങളുടെ കരിയറിലെ സാമ്പത്തിക സുരക്ഷിതത്വം പൂർണ്ണമായി സമാധാനത്തോടെ ഉറപ്പാക്കാൻ സാധിക്കും.